ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഇതൊരു സിനിമയുടെ കഥയാണ്. ഇതിൽ വീരന്മാരുണ്ട്, കരുത്തരായ വില്ലന്മാരുണ്ട്, പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന പോരാട്ടങ്ങളും മറക്കാൻ പറ്റാത്ത ത്യാഗങ്ങളുമുണ്ട്. അതെ, നമ്മളിന്ന് ഖൈബറിലെ ആവേശകരമായ വിജയത്തിന്റെ കഥയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആ ഇതിഹാസം നമുക്കൊന്നുകൂടി കണ്ടാലോ? ശരി, തുടങ്ങാം. നമ്മുടെ കഥയുടെ തുടക്കം തന്നെ ഈ വാക്കുകളിലാണ്. ഇത് പറയുന്നത് നമ്മുടെ വില്ലനായ മർഹബാണ്. സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കുന്ന ആ യോദ്ധാവ്. വരാൻ പോകുന്ന പോരാട്ടം എത്ര വലുതാണെന്ന് ഈ ഒരൊറ്റ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഖൈബറിലെ കോട്ടകൾ പോലെ തന്നെയായിരുന്നു അയാളും. ഭേദിക്കാൻ പ്രയാസമുള്ള ഒന്ന്. എന്നാൽ എല്ലാ വലിയ കഥയ്ക്കും ഒരു തുടക്കമുണ്ടല്ലോ. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു യുദ്ധക്കളത്തിലല്ല, മറിച്ച് ഹുദൈബിയ എന്ന സ്ഥലത്ത് ഒരു മരച്ചുവട്ടിൽ വെച്ചാണ്. ഇവിടെയാണ് ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളുടെയെല്ലാം ആത്മീയമായ അടിത്തറ പാകുന്നത്. അപ്പോ ഇതൊരു വലിയ സൈന്യമായിരുന്നോ? അല്ലേയല്ല. പ്രവാചകന്റെ കൂടെ ഹുദൈബിയയിലുണ്ടായിരുന്നത് വെറും 1400 പേർ മാത്രമാണ്. പക്ഷെ അവരുടെ ശക്തി എണ്ണത്തിലായിരുന്നില്ല, മറിച്ച് അവരുടെ വിശ്വാസത്തിലും ഓരോരുത്തരുടെയും അർപ്പണബോധത്തിലുമായിരുന്നു. ഈ കഥയിലെ നമ്മുടെ ആദ്യത്തെ നായകനെ പരിചയപ്പെടാം, സലമ. അദ്ദേഹം പ്രവാചകനോടുള്ള തന്റെ കൂറ് ഒരു തവണയല്ല, മറിച്ച് 3 തവണയാണ് ആവർത്തിച്ചുറപ്പിച്ചത്. ആ അചഞ്ചലമായ ഭക്തി തന്നെയാണ് അദ്ദേഹത്തെ ഈ ഇതിഹാസത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് ഈ കഥയിലെ ആദ്യത്തെ ഒരു കിടിലൻ ആക്ഷൻ സീക്വൻസിലേക്ക് പോകാം. ഒറ്റയ്ക്കൊരാള് ഒരു വലിയ കൊള്ളസംഘത്തിനെതിരെ നടത്തുന്ന അവിശ്വസനീയമായ ഒരു പോരാട്ടം. ഇത് വെറുമൊരു പോരാട്ടമായിരുന്നില്ല, ബുദ്ധിയുടെയും അതുപോലെ തന്നെ ധൈര്യത്തിന്റെയും ഒരു നേർക്കാഴ്ചയായിരുന്നു. ഇവിടെയാണ് കഥയിലെ ആദ്യത്തെ പോരാട്ടത്തിന് തിരികൊളുത്തുന്നത്. പ്രവാചകന്റെ ഒട്ടകങ്ങളെ ഒരു സംഘം കൊള്ളയടിക്കുന്നു, കാവൽക്കാരനെ കൊല്ലുന്നു. ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഒരൊറ്റയാൾ മാത്രം മുന്നോട്ട് വരുന്നു, നമ്മുടെ നായകൻ സലമ. അപ്പോ ഒറ്റയ്ക്ക് ഒരാൾ ഒരു കൊള്ളസംഘത്തെ എങ്ങനെയാകും നേരിടുക, അല്ലേ? സലമയുടെ തന്ത്രങ്ങൾ ശരിക്കും ഗംഭീരമായിരുന്നു. ആദ്യം തന്നെ മദീനയിലേക്ക് സഹായത്തിനായി വിളിച്ചറിയിച്ചു. പിന്നെ നിർത്താതെ അമ്പെയ്ത് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കുതിരപ്പടയെ നേരിടാൻ മരങ്ങൾക്കിടയിൽ ഒളിച്ചു, പിന്നെ കുന്നിന്റെ മുകളിൽ കയറി കല്ലെറിഞ്ഞും അവരെ നേരിട്ടു. അവസാനം എന്തായിന്നല്ലേ? മോഷ്ടിക്കപ്പെട്ട ഒരൊറ്റ ഒട്ടകം പോലും വിട്ടുകൊടുക്കാതെ അദ്ദേഹം എല്ലാം തിരിച്ചുപിടിച്ചു. ആ ഓട്ടത്തിനിടയിൽ സലമ മുഴക്കിയ യുദ്ധകാഹളമാണിത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരുന്നില്ലേ? ഞാൻ അൽ അക്വയുടെ മകനാണ് എന്ന ആ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. സലമയുടെ ആ പോരാട്ടം എത്രത്തോളം വിജയകരമായിരുന്നു എന്നതിന്റെ ഒരു തെളിവാണിത്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരാളെ പേടിച്ച് ഒരു കൊള്ളസംഘം ഓടുകയാണ്. ആ വെപ്രാളത്തിൽ അവർക്ക് 30-ലധികം മേലങ്കികളും കുന്തങ്ങളുമൊക്കെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ശരിക്കും ഒരാൾ ഒരു സൈന്യത്തെ വിറപ്പിച്ച നിമിഷം. ആ ദിവസത്തെ പോരാട്ടം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ നൽകിയ ഈ അംഗീകാരം സലമയുടെ വീരകൃത്യത്തിനുള്ള ഏറ്റവും വലിയ ബഹുമതിയായിരുന്നു. ആ ദിവസത്തെ യഥാർത്ഥ നായകനായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടു. നമ്മുടെ സിനിമയിലെ ആദ്യത്തെ നായകൻ. കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ചെറിയ സമൂഹം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടാൻ ഒരുങ്ങുന്നു. ഖൈബറിലെ ഭീമാകാരമായ കോട്ടകൾ. ആ യാത്രയിൽ സൈന്യത്തിന് ആത്മവിശ്വാസം പകരാനായി സലമയുടെ അമ്മാവനായ ആമിർ വിശ്വാസം തുളുമ്പുന്ന ഈ കവിത ചൊല്ലി. ഇത് അവരുടെ യാത്രയുടെ ആത്മീയമായ ഊർജ്ജത്തെയാണ് കാണിക്കുന്നത്. ആമിറിന്റെ കവിത കേട്ടപ്പോൾ പ്രവാചകൻ നൽകിയ മറുപടി സൈന്യത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കി. കാരണം അവർക്കറിയാമായിരുന്നു, പ്രവാചകൻ ആരുടെയെങ്കിലും പേരെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി യുദ്ധത്തിൽ രക്തസാക്ഷിയാകുമെന്ന്. അതൊരു ദുഷ്യഗുണമായിരുന്നില്ല, അതൊരു വിധിയുടെ പ്രഖ്യാപനമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കഥയുടെ ഏറ്റവും വൈകാരികമായ, ഏറ്റവും ഹൃദയഭേദകമായ ഒരു ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. ഇവിടെ വീരത്വവും ദുരന്തവും ഒരുമിച്ച് സംഭവിക്കുന്നു. ഖൈബറിലെ ആ ഭീമാകാരനായ യോദ്ധാവ് മർഹബിനെ നേരിടാൻ മുന്നോട്ടുവന്നത് ആമിറായിരുന്നു. രണ്ടുപേരും കവിതകളിലൂടെ പരസ്പരം വെല്ലുവിളിച്ചു. ആമിറിന്റെ വാക്കുകളിൽ ധൈര്യമുണ്ടെങ്കിൽ മർഹബിന്റെ വാക്കുകളിൽ അഹങ്കാരമാണ് മുഴങ്ങിക്കേട്ടത്. പക്ഷേ ആ യുദ്ധക്കളത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് സംഭവിച്ചത്. അതൊരു ദുരന്തമായിരുന്നു. മർഹബിനെ വെട്ടാനാഞ്ഞു വീശിയ ആമിറിന്റെ വാൾ ലക്ഷ്യം തെറ്റി അദ്ദേഹത്തിന്റെ തന്നെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. സ്വന്തം ആയുധം കൊണ്ടുതന്നെ അദ്ദേഹം വീരമൃത്യു വരിച്ചു. ആമിറിന്റെ ഈ അപ്രതീക്ഷിത മരണം കണ്ടപ്പോൾ അനുയായികൾക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ പടർന്നു. അദ്ദേഹത്തിന്റെ മരണം വെറുതെയായിപ്പോയെന്നും അതൊരു തരം ആത്മഹത്യയാണെന്നും അവർ കരുതി. ഇത് സലമയെയും മറ്റുള്ളവരെയും വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തി.
എന്നാൽ പ്രവാചകൻ ആ തെറ്റിദ്ധാരണയെ ശക്തമായി തിരുത്തി. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങനെ പറഞ്ഞവൻ കള്ളം പറഞ്ഞിരിക്കുന്നു. ആമിറിന് ഇരട്ടി പ്രതിഫലമുണ്ട്. 1 പോരാടാൻ കാണിച്ച ധീരതയ്ക്ക്, 2 ഏറ്റുവാങ്ങിയ രക്തസാക്ഷിത്വത്തിന്. ആമിറിന്റെ ത്യാഗം പാഴായില്ല, അത് മഹത്തരമായിരുന്നു എന്ന് ആ വാക്കുകൾ പ്രഖ്യാപിച്ചു. ഇതോടെ നമ്മൾ കഥയുടെ അവസാന അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഒരു വീരൻ വീണുപോയിരിക്കുന്നു. ഖൈബറിലെ അജയനായ ആ യോദ്ധാവിനെ നേരിടാൻ ഇനി ആരുണ്ട്? പുതിയൊരു നായകൻ ഉദയം ചെയ്യേണ്ട സമയം വന്നിരിക്കുന്നു. ആമിറിന്റെ മരണത്തോടെ എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ചോദ്യമായിരുന്നു: ഇനി ആര്? മർഹബിനെപ്പോലൊരു ഭീകരനെ നേരിടാൻ ആര് ധൈര്യപ്പെടും? ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് അലി മുന്നോട്ടു വരുന്നത്. അദ്ദേഹത്തിന് ഒരു പേരുണ്ടായിരുന്നു: ഹൈദർ. അമ്മ നൽകിയ പേരായിരുന്നു അത്. അതിന്റെ അർത്ഥം സിംഹം. ആ പേരിന്റെ ഗർജനം യുദ്ധകളത്തിൽ മുഴങ്ങാൻ ഇനി അധികം സമയമുണ്ടായിരുന്നില്ല. മർഹബ് വീണ്ടും തന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചു. പക്ഷേ ഇത്തവണ മറുപടി വന്നത് ഒരു സിംഹഗർജനം പോലെയായിരുന്നു. എന്റെ അമ്മ എനിക്ക് ഹൈദർ എന്ന് പേരിട്ടവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അലി മുന്നോട്ടു വന്നു. അതൊരു വെറും വാക്കല്ലായിരുന്നു, അതൊരു പ്രഖ്യാപനമായിരുന്നു. പിന്നെ സംഭവിച്ചത് ചരിത്രമാണ്. ഒരു സിംഹം ഇരയുടെ നേർക്ക് കുതിക്കുന്നതുപോലെ അലി മർഹബിനെ നേരിടുകയും ഒരൊറ്റ വെട്ടിനവനെ വീഴ്ത്തുകയും ചെയ്തു. അതോടെ ഖൈബറിന്റെ വിധി നിർണയിക്കപ്പെട്ടു. ഈ കഥ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: എന്നാണ് യഥാർത്ഥ വീരത്വം? സലമ്മയുടെ തളരാത്ത പോരാട്ടവീര്യമാണോ? ആമിറിന്റെ ആ വേദനാജനകമായ ത്യാഗമാണോ? അതോ അലിയുടെ ആ നിർണായകമായ വിജയമാണോ? ഒരുപക്ഷേ ഉത്തരം ഇതെല്ലാമാണ്. കാരണം വ്യത്യസ്തമായ ഈ വീരത്വങ്ങളെല്ലാം ചേരുമ്പോഴാണ് ഒരു ഇതിഹാസം പൂർണ്ണമാകുന്നത്.